ട്രാവൻകൂർ ഡാൻസ് ഫെസ്റ്റിൻ്റെ സീസൺ 2 എന്ന പ്രോഗ്രാമിലേക്ക് ആദ്യമേ ഇവിടെ എത്തിച്ചേർന്ന ഇവിടെ മത്സരിക്കാനായി വന്നിരിക്കുന്ന എല്ലാ കലാകാരികളെയും ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ ശ്രീരാജ് കൃഷ്ണൻ പോറ്റി, തന്ത്രി പ്രചാരക് സഭ ദേശീയ ചെയർമാനാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി മലയാളം ന്യൂസ് നെറ്റ്വർക്ക്സും ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന മറ്റു സംഘടനകളും ഒക്കെ കൂടെ എൻ്റെ വ്യക്തിപരമായ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഉദ്ഘാടനത്തിനായി ചേരാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS മേളത്തിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും മലയാളം ന്യൂസിൻ്റെ പേരിലും ഇവിടെയുള്ള ഓരോ വ്യക്തികളുടെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ മാഡമാണ്. ചലച്ചിത്ര താരം, അഭിനേത്രി എന്നീ നിലകളിലൊക്കെ അപ്രപാളികളിൽ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദവും രൂപവും അതിനപ്പുറത്തേക്ക് ഉള്ളൊരു സ്നേഹവും ഒക്കെ നൽകുന്ന ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ മാഡത്തിന് ഏറെ ബഹുമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിൽ ഉണ്ട്. ശ്രീമതി പ്രിയ S മാഡം, മെമ്പർ, കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ്റെ മെമ്പറാണ്. പലപ്പോഴും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ചില വസ്തുതകളിൽ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ ഒക്കെ ചെന്നുപെടുന്ന സമയങ്ങളിൽ നമുക്ക് ആശ്വാസമായി നിൽക്കുന്ന നിയമത്തിൻ്റെ ശബ്ദങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള തർക്കപരിഹാര കമ്മീഷനിലെ ഓരോ മെമ്പറെയും ജനങ്ങൾ നോക്കിക്കാണുന്നത്. അത്തരത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഏറെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി പ്രിയ S അവരുകളെ ഏറെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടതായിട്ടുള്ളത് ഡോക്ടർ ഷീജ വേണുഗോപാൽ, അമ്മ ഹോം കെയറിൻ്റെ ഡയറക്ടറാണ്. ഒരുപാട് പേർക്ക് താങ്ങും തണലുമാകുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന, ഈ നാടിനു വേണ്ടി എല്ലായ്പ്പോഴും ശബ്ദമുയർത്തുന്ന, കരങ്ങൾ ഉയർത്തുന്ന, മറ്റുള്ളവർക്ക് സ്നേഹമായിരിക്കുന്ന ഡോക്ടർ ഷീജ വേണുഗോപാൽ അവരുകളെ ഏറെ സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള വ്യാസ ബുക്സിൻ്റെ ഡയറക്ടർ ശ്രീ സ്വരാജ്, അദ്ദേഹം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തും അതോടൊപ്പം ഒരു ജ്യേഷ്ഠ സ്ഥാനീയനും കൂടെയാണ്. പ്രിയപ്പെട്ട സുരാജ് ഏട്ടനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഡോക്ടർ ചാന്ദിനി സലീഷ്, ശ്രീ മൂകാംബിക കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ ഡയറക്ടറാണ്. നമുക്കറിയാം, ഫൈൻ ആർട്സ് പോലുള്ള കലകളൊക്കെ ഏറെ കാലങ്ങളായിട്ട് കേരളത്തിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഒരു അന്യം നിന്ന് പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ അന്യം നിന്ന് പോകാതെ കലയെയും സംസ്കാരത്തെയും ഒക്കെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന, അതിനൊക്കെ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ചില വ്യക്തികൾ മാത്രമാണ് ഇന്ന് കേരളത്തിൻ്റെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ചാന്ദിനി സലീഷ് മാഡത്തിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ട്രാവൻകൂർ ഡാൻസ് ഫെസ്റ്റിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന ഓരോ കലാകാരികളെയും, ചെറിയൊരു കാര്യമല്ല നാട്യശാസ്ത്രം പഠിക്കുക എന്നുള്ളത്. ഭരതമുനി എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ നന്ദികേശിൽ നിന്ന് കിട്ടുകയോ ചെയ്തതെന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അത് ആർജിക്കുക എന്നുള്ളതാണ് ഓരോ കലാകാരൻ്റെയും അല്ലെങ്കിൽ കലാകാരിയുടെ മഹത്വം എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ കലയെ ഉൾക്കൊള്ളാനും ആ കലയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനും, ആ കലയുടെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ കലയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുമ്പോൾ, ആ കലയ്ക്ക് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു വേദിയിലേക്ക് ശിവതത്വത്തെ, നാട്യശാസ്ത്രത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് വർണ്ണ വിസ്ഫോടനങ്ങളെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത്തരത്തിൽ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കലാകാരികളെയും ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരെയും, ഈ പരിപാടിയിൽ എത്തിപ്പെട്ടിട്ടുള്ള, ഇവിടെ വിധി എഴുതാൻ എത്തിപ്പെട്ടിട്ടുള്ള ജഡ്ജസിനെയും തുടങ്ങിയ എല്ലാവരെയും, മാധ്യമപ്രവർത്തകരെയും ഒക്കെ മലയാളം ന്യൂസ് നെറ്റ്വർക്സിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജർ എന്നുള്ള രീതിയിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയങ്കരിയായ ചലച്ചിത്രകാരൻ ശ്രീമതി ലക്ഷ്മിപ്രിയെ വളരെ നാളുകൾക്ക് ശേഷമാണ് അനന്തപുരിയിൽ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അനന്തപുരിയുമായി എനിക്ക് ഏകദേശം 22 വർഷത്തെ ബന്ധമുണ്ട്. അനന്തപുരിയുടെ മരുമകളായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും, എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം തീർച്ചയായിട്ടും ശ്രീ പത്മനാഭസ്വാമിയും ഈ മണ്ണുമാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡ് ജോലി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നേരെ തൃശ്ശൂർ പോയി. അവിടെ ഒന്നും സ്വസ്ഥതയില്ലായിട്ട് നേരെ തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വന്നു. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ മണ്ണിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എല്ലാ മാസവും പക്ഷേ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, ഷൂട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് അമൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞത്. അനന്തപുരി എന്ന് പറയുമ്പോൾ ശ്രീ പത്മനാഭനോടൊപ്പം തന്നെ എല്ലാ കലാകാരികളും ചേർത്ത് വായിക്കുന്ന, ചേർത്ത് കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റേതാണ്. സ്വാതി തിരുനാൾ മഹാരാജാവ് എന്ന് പറയുമ്പോൾ കേവലം 36 വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയ ഒരാൾ 400-ലധികം കൃതികൾ എഴുതി എന്നുള്ളതും അതെല്ലാം ചിട്ടപ്പെടുത്തുകയും മനോഹരികളായ സുന്ദരിമാരായ നർത്തകിമാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ആ കനകച്ചിലങ്കകൾ കിലുങ്ങിയിരുന്നു എന്നും ഒക്കെ നമ്മൾ ഇപ്പോഴും ഡോക്യുമെൻ്ററികളായിട്ടും പുസ്തകങ്ങളായിട്ടും സ്വാതി കൃതികളായിട്ടും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒരുപാട് വിസ്മയിപ്പിക്കുന്നതാണ്. എനിക്ക് ഉറപ്പാണ് സ്വാതി കൃതിയിലുള്ള ഏതെങ്കിലും പദമോ തില്ലാനയോ ഒക്കെ ഇന്ന് ഏതെങ്കിലും സുന്ദരി ഇവിടെ നമുക്ക് മുന്നിൽ ആടുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം. അതോടൊപ്പം നമ്മളെല്ലാവരും, എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ആളൊക്കെ കുറവായിട്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ തലമുറ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധ ഭീഷണിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ആ ഒരു പേടി നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കണം നമ്മൾ വിചാരിച്ച അത്ര ആൾക്കാരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ നർത്തകിമാരോടൊപ്പം പക്കമേളക്കാരായിട്ടും മേക്കപ്പും എല്ലാവരും കൂടെ വന്നവരായിട്ടും എല്ലാവരും ചിലപ്പോൾ സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്ത് ആയിരിക്കാം, അവർ റെഡി ഇരിക്കുകയായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു തലമുറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മൾ പ്രളയം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 62-ലെ പ്രളയം, 61-ലെ പ്രളയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചു, ഒന്നല്ല 2 തവണ. അതിനുശേഷം നമ്മൾ കോവിഡ് എന്ന് പറയുന്നൊരു മഹാമാരി, സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇപ്പോൾ അതിർത്തിയും വിട്ടിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് സനാതനികളുടെ മണ്ണാണ്. ഒരിക്കലും ഒരു മതത്തിനും, ഒരു സെമസ്റ്റിക് ആയിട്ടുള്ള ഒരു മതത്തിനും ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ പറ്റാത്തത്ര ഋഷീശ്വരന്മാരുടെ കൈകളിലൂടെ പകർന്ന് വന്നിട്ടുള്ള ഭൂമിയാണ് നമ്മുടെ ഭാരതഭൂമി എന്ന് പറയുന്നത്. ഒരു തീവ്രവാദികൾക്കും തച്ചുടയ്ക്കാനായിട്ട് ഒരു കാലത്തും നമ്മുടെ മണ്ണ് തച്ചുടയ്ക്കാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവരെന്തിനാണ് വൃഥ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ബുദ്ധിയില്ലാത്തവരുടേത് കൂടി ആകുമ്പോൾ അവരെങ്ങനെയായിരിക്കും, അവരിപ്പോൾ തോറ്റിരിക്കുന്നത് കൊണ്ട് അവരെങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു പേടിയാണ്. എന്താണെങ്കിലും യുദ്ധം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിരിക്കും യുദ്ധത്തിൻ്റെ ഇര എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകളും കുട്ടികളും തന്നെയായിരിക്കും. അപ്പോൾ തീവ്രവാദത്തിനെ നമുക്ക് അടിച്ചമർത്തേണ്ടതുണ്ട്. അവർ ഇതുകൊണ്ടും പാഠം പഠിക്കുന്നില്ല. നമുക്ക് എന്താണെങ്കിലും ഈശ്വരനോട് പ്രാർത്ഥിക്കാം. യുദ്ധം എന്ന് പറയുന്നത്
നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, കണ്ണുനീര് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് പോലെ, ഒരു സനാതനിക്ക് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്നത് പോലെ നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും, സർവ്വചരാചരങ്ങൾക്കും സുഖമായിട്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പാകിസ്ഥാൻ എത്ര സുഖമായിട്ടിരിക്കണമെന്നുള്ള കാര്യം നമ്മളത് മനസ്സുകൊണ്ട് പോലും ഉൾപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളുണ്ട്. അതോർക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നുണ്ടെങ്കിലും നമ്മുടെ മണ്ണിലേക്ക് വന്ന് നമ്മുടെ നിരായുധരായ ആളുകളെയാണ്, 26 പേരെയാണ്, ഭാരതത്തിൻ്റെ 26 മക്കളെയാണ് അവർ കവർന്നെടുത്തത്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ തിരിച്ചടി എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരാതിരിക്കാൻ നമ്മുടെ നാടും സമ്പത്തും എല്ലാം വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഒരു ശാസ്ത്രശാഖയാണ് നൃത്തം എന്ന് പറയുന്നതും. ശിവനിലൂടെ, നന്ദികേശനിലൂടെ ഒക്കെ പകർന്ന് ഭരതമുനിയിലൂടെ എല്ലാം പകർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ചിലങ്ക കെട്ടി ആടുന്ന എല്ലാ നർത്തകിമാർക്കും, നർത്തകന്മാരുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട്, ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇനിയും ഇപ്പോൾ ട്രാവൻകൂർ ഡാൻസ് ഫെസ്റ്റിൻ്റെ 2ാമത്തെ വാർഷികമാണ്. അപ്പോൾ ഇനി അത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാവട്ടെ. ലോകത്തെമ്പാടും ഉള്ള നർത്തകിമാർ, വലിയ നർത്തകിമാരൊക്കെ ഈ ഒരു ഡാൻസ് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കുന്ന വിധത്തിൽ അത് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ശ്രീ അമൽ സനാതനത്തിനും, അതോടൊപ്പം നമ്മുടെ ശ്രീരാജ് കൃഷ്ണൻ പോറ്റി, പിന്നെ നമ്മുടെ ഒരുപാട് പേരുണ്ടല്ലോ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, ഡോക്ടർ ഷീജ വേണുഗോപാൽ, എ സുരാജ്, ചാന്ദിനി സലീഷ്, ഡോക്ടർ ചാന്ദിനി സലീഷ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ അമൽ മുന്നോട്ട് വയ്ക്കുന്ന വളരെ ബൃഹത്തായ ആശയങ്ങളിലൊന്നാണ് ഈ സനാതനം ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് മികച്ച കാര്യങ്ങൾ നമ്മുടെ മണ്ണിനും ഭൂമിക്കും വേണ്ടിയിട്ടും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അമൽ അതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വളരെ വലിയൊരു ആശയമാണത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാത്തിനും എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുകയാണ്. ഡാൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അംഗമായ ശ്രീമതി പ്രിയ എസിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ അമൽ സനാതനം, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, ഞാൻ നൃത്തത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഒരറിവുമില്ലാത്ത ആളാണ്. നൃത്തത്തെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ ആവിധ കലകളെക്കുറിച്ചോ ഒന്നും തന്നെ എനിക്കൊരു ഗ്രാഹ്യവുമില്ല. പക്ഷേ ഇപ്പോഴുള്ള നമ്മൾ നേരിടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിസന്ധിയിൽ എനിക്ക് ആശങ്കയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റും ജന്മഗ്രഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്തതായി ഈ വേദിയെ സംബോധന ചെയ്ത് സംസാരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ മൂകാംബിക കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ഡയറക്ടർ ഡോക്ടർ ചാന്ദിനി സലീഷ് അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള കലാസ്നേഹികളെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശ്വസ്ത വ്യക്തികളെ, ഒരു
ഒരാളുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ബ്രഹ്മാവ് ഭരതമുനി വഴി നമുക്ക് പകർന്നു തന്ന സാധാരണക്കാരുടെ ഇടയിലേക്ക് എല്ലാ അർത്ഥത്തിലും ഇഴുകിച്ചേരാൻ സാധിക്കുന്ന ഒരു കലാരൂപമാണ് നാട്യശാസ്ത്രത്തിലൂടെ നമുക്ക് കിട്ടിയ നൃത്തം. നൃത്തം എന്നത് ശുദ്ധമായി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മനോഹരമായ ചലനങ്ങളുടെ താളാത്മകമായ അവതരണമാണ്. ഏതൊരു മനുഷ്യൻ്റെയും എല്ലാവിധ ശാരീരിക മാനസികമായ അസ്വസ്ഥതകളെയും ഒരു പരിധിവരെ മാറ്റി നിർത്തുവാൻ നൃത്തത്തിന് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തരുടെയും ഈ ആധുനിക വളരെ വേഗതയേറിയ ജീവിതത്തിൽ നൃത്തത്തിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു റിലാക്സേഷന് നൃത്തം എങ്ങനെയാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും റിലാക്സേഷൻ ആവുക എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മളുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും കലാകാരന്മാരുണ്ട്. ഒരാളുടെ മനസ്സിൽ പോലും കലാകാരന്മാരില്ലാത്തതില്ല. നമ്മൾ ഏതൊക്കെ ജോലികളിൽ ഏർപ്പെട്ടാലും, ഏതൊക്കെ ഫീൽഡിൽ പോയി നമ്മളുടെ ജോലികൾ ചെയ്താലും, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകളിലെ പിരിമുറുക്കങ്ങൾ എല്ലാത്തിനും ഒടുവിൽ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ നമ്മളായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് നൃത്തം എന്ന് പറയുന്നത്. നൃത്തത്തിൽ ഇപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് നൃത്തത്തിൽ ഞാനൊരു ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് വന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചിട്ട് എനിക്കിഷ്ടമുള്ള പോലെ ഡാൻസ് കളിക്കും. അതിപ്പോൾ ഒരു ഭരതനാട്യമോ കുച്ചിപ്പുടിയോ അല്ലെങ്കിൽ ആധികാരികമായ നൃത്തങ്ങൾ ഏതും ആവണമെന്നില്ല. നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ, നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ അങ്ങനെ ഡാൻസ് കളിച്ചതിലൂടെ വളരെ ക്ലിയറായിട്ട് മാറ്റാൻ എനിക്ക് സാധിക്കാറുണ്ട്. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് സാധാരണക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടമ്മമാരുടെ ഇടയിൽ നമുക്ക് എന്തുകൊണ്ട് അതൊന്ന് ചെയ്തുകൂടാ എന്നുള്ളൊരു ഇതിലേക്ക് മനസ്സ് സഞ്ചരിച്ചത്. തുടർന്ന് നമ്മളുടെ വീട്ടമ്മമാർക്ക്, അതും പഞ്ചായത്തുകളിൽ, അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർക്ക് കുറച്ചു നേരം ആടാനും പാടാനും സന്തോഷിക്കാനും ഒരു വേദി ഒരുക്കാൻ കുറച്ചു പേരുമായി ബന്ധപ്പെടുകയും അതിന് കുറച്ച് സ്ഥലങ്ങളിൽ സാധിക്കുകയും ചെയ്തു. ആ സമയത്ത് നമ്മളുടെ അടുത്ത് അവർ പറയുന്ന അനുഭവം, ടീച്ചറെ ഞങ്ങളിപ്പോൾ കുട്ടികളായി, ഞങ്ങൾക്ക് എല്ലാ വിഷമങ്ങളും അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും ഞങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴായാലും സന്തോഷം വരുമ്പോഴായാലും ഇതൊക്കെ കഴിഞ്ഞ് സങ്കടം വരും. ചിലപ്പോൾ ചിലർ ചീത്ത വിളിക്കാൻ തോന്നും. അപ്പോൾ എന്താ ആലോചിക്കുക, ഈ 1 മണിക്കൂർ ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള പോലെ കളിക്കാം, ഇഷ്ടമുള്ള പോലെ. അതായത് ഇപ്പോൾ ഒരു ഭരതനാട്യത്തിനെയോ കുച്ചിപ്പുടിയുടെയോ ഒന്നും കൂട്ടായ്മയില്ലാതെ ഇഷ്ടമുള്ള പാട്ട് വെച്ച് ഇഷ്ടമുള്ള പോലെ കളിക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം തരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനത്തെ ഈ ക്യാമ്പുകളും കൂടെ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇനിയും അതുപോലുള്ള ആർക്കെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ടീച്ചറുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബിലോ ഇഷ്ടം പോലെ ഇപ്പം കിട്ടും, അവിടെ നിന്ന് ഒരു പാട്ട് വെച്ച് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അതിൽ ആൾക്കാരെയോ ഒന്നും നോക്കേണ്ടതില്ല. ഒന്നില്ലെങ്കിൽ ആ റൂം അടച്ചിട്ട് ഇഷ്ടമുള്ള പാട്ട് വെച്ച് ചെയ്യുക. വളരെ റിലീഫാവും. നിങ്ങൾ ചെയ്തു നോക്കൂ എന്നിട്ട്. അതുപോലെ ഈ ട്രാവൻകൂർ ഫെസ്റ്റിൻ്റെ 2ാം വാർഷികമാണ്. കഴിഞ്ഞ വർഷം ട്രാവൻകൂർ ഫെസ്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ അമൽ സർ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും
പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക്, അതായത് അവർക്ക് അവരുടെ ഇപ്പം ഈ സബ് ജില്ല ജില്ല ഒന്നും കോമ്പറ്റീഷൻസിൻ്റെ അങ്ങനെയുള്ള സ്ട്രെസ്സുകൾ വിട്ടിട്ട് അവർക്ക് തുറന്ന് കളിക്കാൻ, അല്ലെങ്കിൽ അവരുടെ മത്സരങ്ങളില്ലാതെ അവരുടെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നല്ല രീതിയിൽ പറ്റാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം, അതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ തവണത്തേലും വിട്ട് കൂടുതൽ പാർട്ടിസിപ്പൻസ് ഇവിടെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം കഴിഞ്ഞ വർഷത്തെ വളരെ ഗംഭീരമായിട്ട് ചെയ്യാനും അത് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന എല്ലാ കളിക്കുന്ന ചെലങ്കയണിയുന്ന എല്ലാ നർത്തകർക്കും, കൊച്ചു സുന്ദരിമാർക്ക്, അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അമ്മ ഹോം കെയറിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഷീജ വേണുഗോപാൽ മാഡത്തിനെ ഈ വേദിയെ അഭിസംബോധന സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. മാനേജേഴ്സിന് എല്ലാവർക്കും ആദ്യം നമസ്കാരം. ഒരു പ്രസംഗമൊന്നും എനിക്ക് അത്ര പരിചയമുള്ള ആളല്ല, എങ്കിലും ഡാൻസ് അക്കാഡമിയിലെ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. എനിക്കൊരു ഡാൻസ് അക്കാഡമി അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് മുമ്പ്. അത്യാവശ്യം കലാകാരിയായല്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു ഡാൻസേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അമ്മമാരെ സ്നേഹിക്കുന്നതാണ് കൂടുതലിഷ്ടം. ഞാൻ അമ്മ കെയറിൻ്റെ ഒരു ചെറിയ ഡയറക്ടറാണ്. അമ്മമാർ തന്നെ ഒരു 100 പേരോളം പേര് എൻ്റെ കൂടെ അമ്മ കെയറിലുണ്ട്. പടിഞ്ഞാറക്കോട്ടയാണ് ആ സ്ഥാപനം ഉള്ളത്. അമ്മമാരുമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ സഹകരണം. അതുകൊണ്ട് ഡാൻസുമായിട്ട് ഇപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല. എങ്കിലും ഡാൻസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. എങ്കിലും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നല്ലപോലെ പെർഫോമൻസ് ചെയ്യുന്ന ഓരോ നർത്തകികൾക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം. കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച, ഈ സമൂഹത്തിന് വേണ്ടി വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ നിലകൊണ്ട വിശിഷ്ടരായ 5 വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൻ്റെ ലിസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ വായിക്കാൻ വേണ്ടി ശരണയെ ക്ഷണിക്കുക. ഡോക്ടർ ഷീജ വേണുഗോപാൽ അവർക്ക് തണലായി പ്രവർത്തിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ലക്ഷ്മിപ്രിയ മാമിനെ, പ്രിയാസ് മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ രഞ്ജിത്ത് ആംബുലൻസ്. ആരുമില്ലാത്തവർക്കും സാധാരണക്കാർക്കുമായി കുറഞ്ഞ നിരക്കിൽ ആംബുലൻസ് സർവീസ് നടത്തി വരുന്നു. സാമൂഹ്യ സേവന രംഗത്തെ ഉദാത്ത മാതൃകയാണ് രഞ്ജിത്ത്. വാഹന അപകടത്തിൽപ്പെട്ട നിരവധി പേരെ പ്രതിഫലേച്ഛയില്ലാതെ രഞ്ജിത്ത് സഹായിച്ചിട്ടുണ്ട്. ഉപഹാരം സമർപ്പിക്കുന്നതിനായി ലക്ഷ്മിപ്രിയ മാമിനെ, പ്രിയാസ് മാമിനെ ക്ഷണിക്കുന്നു. ശ്രീജിത്ത് നൃത്തശ്രീ, ഡയറക്ടർ, നൃത്തശ്രീ ഡാൻസ് അക്കാദമി, ചാത്തന്നൂർ, കൊല്ലം. നടനഭൂഷൺ ഡിപ്ലോമ, ഭരതനാട്യം, കുച്ചിപ്പടി, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം എന്നീ ഇനങ്ങൾക്ക് പരിശീലനം നൽകുന്നു. ഡോക്ടർ ചാന്ദിനി സലീഷ്, മൂകാംബിക സ്കൂൾ ഓഫ് ആർട്സ് ഡയറക്ടർ, പ്രശസ്ത നർത്തകിയുമാണ്. 30 വർഷമായ നൃത്തരംഗത്തും നൃത്ത അധ്യാപികയായും പ്രവർത്തിക്കുന്നു. നിരവധി വീഡിയോ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, മലയാളം ന്യൂസ് നെറ്റ്വർക്ക് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി
നമ്മുടെ സാംസ്കാരിക മേഖലയിലെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നൃത്തസന്ധ്യകൾ, സാംസ്കാരിക സദസ്സുകൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, കലാ നിപുണരെ കണ്ടെത്തിയുള്ള ആദരിക്കൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനം മറ്റ് മീഡിയകളെക്കാൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ട വ്യക്തികളെ, ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെയൊക്കെ കണ്ടെത്തുന്നതിൽ അവർ കാണിക്കുന്ന ശ്രദ്ധ വളരെയധികം ശ്ലാഘനീയമാണ്. ഇവിടെ ഇത്തരത്തിൽ നൃത്തത്തിനും നൂപുരധ്വനിക്കും വേണ്ടി ഒരു സദസ് സജ്ജമായിരിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ വ്യക്തിപരമായി നേരുന്നു. ഒപ്പം തന്നെ ഈ പരിപാടി വളരെ ഹൃദ്യമായി നടക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ദീപം തെളിയിക്കലാണ്. വിശിഷ്ടാതിഥി ലക്ഷ്മി പ്രിയ ചലച്ചിത്രതാരം ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇതിനകം തന്നെ ഇവിടെ ഭരതനാട്യത്തിൻ്റെ വേദി ഉണരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഭരതനാട്യം ഈ വേദിയിൽ ആരംഭിക്കും.